പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾക്ക് ഏവർക്കും വളരെ സുപരിചിതമായൊരു വേദഭാഗം വേഗത്തിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അത്ഭുതമുണ്ട്. അതേതാണെന്ന് അറിയാമോ? അതെ, യേശു കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു സംഭവമാണ്. നമ്മൾ ഒത്തിരി പ്രസംഗം ഈ ഒരു പാസേജിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? ഇവിടെ നിന്ന് തന്നെ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ പലരും പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പഠിച്ചപ്പോൾ കർത്താവ് എന്നോട് കൃത്യമായി ഇടപെട്ട, വ്യക്തിപരമായി എനിക്ക് വെളിപ്പെടുത്തി തന്ന ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. യേശുവിൻ്റെ തിരക്കേറിയ ശുശ്രൂഷയുടെ ആ സമയത്ത് ശിഷ്യന്മാർക്ക് ആഹാരം കഴിക്കാൻ പോലും സമയമില്ലായിരുന്നു എന്ന് പറയുന്നു. ഇത് മനസ്സിലാക്കിയ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാം, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 44 വരെയുള്ള ഭാഗങ്ങൾ. ഈ ഭാഗത്തിൽ നിന്ന് മാത്രം നിന്ന് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് 6:31 ഇങ്ങനെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. ഇത്ര തിരക്കേറിയ കാര്യങ്ങളല്ലേ, നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഏകാന്ത സ്ഥലത്ത് വന്ന് എന്നോടൊപ്പം വേറിട്ട് വിശ്രമിച്ചു കൊള്ളുക. നിങ്ങൾ ആ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിൽ ബിസിയാണ്, അല്ലേ? മിനിസ്ട്രിയിലുള്ളവർ പോലും മിനിസ്ട്രി ആക്ടിവിറ്റീസിൽ ബിസിയാണ്. അവർക്ക് മേ ബി പേഴ്സണലി പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലായിരിക്കും. ഹല്ലേലൂയ. പക്ഷേ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിലും നല്ലത് അല്പസമയം എന്നോടൊപ്പം വേറിട്ട് വിശ്രമിക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മൾ ഏകാന്തമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഭാരങ്ങളെ ഇറക്കി വെക്കുന്ന സമയം, അല്ലേ? ഇറ്റ്സ് എ ടൈം ഓഫ് ട്രസ്റ്റിംഗ് ആൻഡ് റെസ്റ്റിംഗ് ഇൻ ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുവാനും കർത്താവിൽ വിശ്രമിക്കുവാനും ഉള്ളൊരു സമയമാണ് പ്രാർത്ഥന എന്ന സമയം. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവും ശിഷ്യന്മാരും പടക് കയറി അവർ ഈ നിർജ്ജന സ്ഥലത്തേക്ക്, അല്ലെ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇത് അനേകർ കണ്ടു. കണ്ടവരും അറിഞ്ഞവരും എല്ലാ പട്ടണങ്ങളിൽ നിന്നും ഈ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കാൽനടയായി ഓടി വന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, അവരെത്ര എഫേർട്ട് എടുത്ത് കാണും. പടകിൽ പോകുന്ന യേശു കർത്താവും ശിഷ്യന്മാരും എത്തുന്നതിന് മുൻപേ അവിടെ എത്തണമെങ്കിൽ അതൊരു ലോങ് റൂട്ടായിരിക്കും, ഇല്ലേ? അപ്പോൾ എത്രമാത്രം എഫേർട്ട് എടുത്ത് ഓടി അവരവിടെ എത്തി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവരുടെ ത്യാഗ മനോഭാവത്തെ കർത്താവ് കണ്ടു. ഇവരവിടെ ഓടി എത്തുന്നത് കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇടയനില്ലാത്ത ആടുകളെ പോലെയുള്ള ഈ ജനങ്ങളെ കണ്ട് യേശു കർത്താവ് മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി എന്ന് പറയുന്നു. ഹല്ലേലൂയ. പല കാര്യങ്ങൾ യേശു കർത്താവ് അവരോട് സംസാരിച്ചു തുടങ്ങി. ആമേൻ, സ്തോത്രം. നമ്മുടെ ത്യാഗ മനോഭാവങ്ങളെ കാണുന്നവനായിരിക്കുന്ന ദൈവമാണ്. ആമേൻ. നമ്മൾ ആ എടുക്കുന്ന എഫേർട്ടുകൾ ഒരിക്കലും വ്യർത്ഥമായി പോകുകയില്ല. ഹല്ലേലൂയ. അത് ഫ്യൂട്ടൈൽ എഫേർട്ട്സ് ആകുകയില്ല. അതിന് തക്കതായ പ്രതിഫലത്തെ നൽകുന്നവനായിരിക്കുന്ന ദൈവമാണ്. പലതും യേശു കർത്താവ് ഉപദേശിച്ചു കൊടുത്തത് എന്തിനാണെന്ന് അറിയാമോ? ആമേൻ, ഹല്ലേലൂയ. ഇടയനില്ലാത്ത ആടിൻ്റെ അവസ്ഥയെ യേശു കർത്താവിന് അറിയാം. എന്താണ് ഇടയനില്ലാത്ത ആടിൻ്റെ ഒരു അവസ്ഥ? അവരെ ആരെങ്കിലും ഗൈഡ് ചെയ്യുവാനുണ്ടോ? ആരും ഗൈഡ് ചെയ്യുവാനില്ല. ഹല്ലേലൂയ. ആമേൻ. വന്യമൃഗങ്ങൾ ഏത് സമയത്ത് വന്നും അവരെ ആക്രമിക്കാം. ഹല്ലേലൂയ. ആമേൻ. അവരെ മേടുകളിൽ നടത്തുവാൻ ആരുമില്ല. കൂട്ടം തെറ്റി പോകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ ഡേഞ്ചർ സോണുകളെല്ലാം മനസ്സിലാക്കിയ കർത്താവ് അവരെ നല്ല ഇടയനാകുവാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണ് പലതും യേശു കർത്താവ് അവരോട് ഉപദേശിച്ചു തുടങ്ങി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ നല്ല ഇടയൻ്റെ വാക്കുകൾ ശ്രവിച്ച് ഈ നല്ല ഇടയനെ പിൻഗമിക്കുന്ന ആടുകളായി തീരണമെന്ന് യേശു കർത്താവ് നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകട്ടെ. അങ്ങനെ നേരം വൈകി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നേരം വൈകിയ സമയത്ത് ഈ ജനങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യത്തിലിരുന്നപ്പോൾ വിശപ്പ് മറന്നു, ദാഹം മറന്നു, എല്ലാം മറന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങി എണ്ണിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥ. ഹല്ലേലൂയ. അതാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ മാധുര്യത എന്ന് പറയുന്നത്. ആമേൻ. ഈ ജനങ്ങൾ അങ്ങനെ അവിടെ ഇരുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. 35 മുതൽ 37 വരെയുള്ള ഭാഗങ്ങൾ, മർക്കോസ് 6 35 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളിൽ ഇവർ വന്ന 5 നെഗറ്റീവായിട്ട കാര്യങ്ങൾ കർത്താവിനോട് പറയുകയാണ്. അല്ലെ 5 പ്രതിസന്ധികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ യേശു കർത്താവിനോട് പറയുകയാണ്. ഒന്ന്, അവർ പറഞ്ഞത് ഇത് നിർജ്ജന പ്രദേശമാണ്, പറഞ്ഞു ഇവിടെങ്ങും ആളുകളൊന്നും ഇല്ല. രണ്ടാമത് പറഞ്ഞത് നേരം നന്നേ വൈകി, ഒത്തിരി സമയമായെന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു ഭക്ഷിപ്പാൻ ഒന്നും ഇല്ല. ഹല്ലേലൂയ. നാലാമത് പറഞ്ഞത് അവരെ പറഞ്ഞയക്കണം. അഞ്ചാമത് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ 200 വെള്ളിപ്പണമേ ഉള്ളൂ, അല്ലെ വെള്ളിക്കാശേ ഉള്ളൂ, അതുകൊണ്ട് എന്തോ ആകാനാ. 5000 പേര് വരുന്ന പുരുഷന്മാർ തന്നെയുണ്ട്, ഇവർക്കിതുകൊണ്ട് എന്തോ ആകാനാണെന്ന്. ഹല്ലേലൂയ. 5 കൂട്ടം നെഗറ്റീവ് കാര്യങ്ങളെ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഇവർ സംസാരിച്ചപ്പോഴോ യേശു കർത്താവ് ഈ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള പാഠങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. താഴെയുള്ള വാക്യങ്ങൾ നമ്മൾ അതാണ് പഠിക്കുന്നത്, പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള പാഠങ്ങൾ. ഒന്നാമത് യേശു കർത്താവ് അവരെ പഠിപ്പിച്ചു കൊടുത്ത കാര്യമെന്ന് പറഞ്ഞത് സെർച്ച് ഫോർ പോസിബിലിറ്റീസ് ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഇംപോസിബിലിറ്റീസ്. ഹല്ലേലൂയ. അസാധ്യതകളുടെ നടുവിലും സാധ്യതകളെ തിരയുന്നവരായി നാം തീരണം. ഹല്ലേലൂയ. 38 വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? മതി. അവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിൻ. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാതെ ചെന്ന് നോക്കുവിൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അസാധ്യമോ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല, എല്ലാ വാതിലും കൊട്ടിയടച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കുത്തിയിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് പറയുന്നതല്ലേ, അതിൻ്റെ നടുക്കും എന്തെങ്കിലും സാധ്യത കാണും. അതുകൊണ്ടാണ് മത്തായി 7:7 പറയുന്നത്, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ഹല്ലേലൂയ. ചെന്ന് അന്വേഷിക്കുന്നവരായി, അല്ലെ സാധ്യതകളെ തിരയുന്നവരായി നമ്മൾ തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മോശക്കുഞ്ഞിൻ്റെ അമ്മ യൊക്കേബേദ് എന്നെ വളരെ സ്വാധീനിച്ച ഒരു സ്ത്രീയാണ്. ഹല്ലേലൂയ. ആ യൊക്കേബേദ് നമ്മൾ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്നത്, ഫറവോൻ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്തായിരുന്നു ആ കൽപ്പന? എബ്രായരിൽ ആൺകുഞ്ഞുങ്ങളായി ജനിക്കുന്നവരെല്ലാം എവിടെ എറിഞ്ഞു കളയണം? നൈൽ നദിയിൽ എറിഞ്ഞു കളഞ്ഞ് കൊല്ലണമെന്നുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ഈ മോശക്കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞ് ദിവ്യ സുന്ദരനെന്ന് കണ്ടിട്ട് മാതാപിതാക്കൾ 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കും, എങ്ങനെ ഈ അമ്മ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ പുറത്തു പോകാതെ ഒളിപ്പിച്ചു വെച്ചു? അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അടുത്ത വീടുകളിലൊക്കെ മിസ്രൈമ്യ സ്ത്രീകളുണ്ട്, അടുത്ത് വന്ന് നോക്കി ഇല്ല ഇവർ കാൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ ഉടനെ ഫറവോ രാജാവിനോട് പോയി പറയുമില്ലേ, ഈ കുഞ്ഞിനെ വളർത്തുന്നത് അസാധ്യമായിരുന്ന ഒരു കാര്യമായിരുന്നിട്ട് പോലും മേ ബി ഈ കുഞ്ഞിനെ എപ്പോഴും അമ്മ മാറോട് അണച്ചായിരുന്നു വെച്ചിരുന്നത്. ഹല്ലേലൂയ. ആമേൻ. 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വളർത്താൻ പ്രയാസമെന്ന് കണ്ടപ്പോൾ ഈ അമ്മ വേറൊരു സാധ്യത കണ്ടെത്തി. അതെന്തായിരുന്നു? ഒരു ഞാങ്ങണ പെട്ടകം മേടിച്ച്, ഹല്ലേലൂയ, അതിനുള്ളിൽ പശയും കീലും എല്ലാം തേച്ചിട്ട് ഈ കുഞ്ഞിനെ അതിൽ കിടത്തി നൈൽ നദിയിൽ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. സഹോദരിയായ മിറിയത്തെ അവിടെ കാവൽ നിർത്തിയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആമേൻ. മറ്റ് എബ്രായ സ്ത്രീകളെ പോലെ ഈ അമ്മയ്ക്ക് എന്തു ചെയ്യായിരുന്നു? കുഞ്ഞിനെ എറിഞ്ഞു കളയായിരുന്നു. സാധ്യതകളൊന്നുമില്ല, ഈ കുഞ്ഞിനെ വളർത്താൻ സാധ്യതയൊന്നുമില്ലെന്ന് പറഞ്ഞ് എറിഞ്ഞു കളയാമായിരുന്നു. എന്നാൽ ഈ അമ്മ അസാധ്യതയുടെ നടുവിലും ഒരു സാധ്യതയെ കണ്ടെത്തി. ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ വളർത്തുവാൻ തീരുമാനിച്ചതുപോലെ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് ചില സാധ്യതകളെ കണ്ടെത്തുന്നവരായി നാം തീരണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ച്, ദാവീദ് ഒരു കൊച്ചു പയ്യന്, എന്നാൽ ഗോലിയാത്തോ 9 അടി ഉയരമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം എല്ലാ ആയുധങ്ങളും ധരിച്ച ഒരു വ്യക്തിയാണ്. ദാവീദിൻ്റെ കയ്യിൽ ഒന്നുമില്ല, സാധ്യതകളൊന്നുമില്ല. പക്ഷെ ഒരു സാധ്യത ദാവീദിനുണ്ടായിരുന്നു. എന്താണ്? യഹോവയുടെ നാമം. ആമേൻ. ഹല്ലേലൂയ. ആർക്കുമില്ലാത്തൊരു സാധ്യത ആമേൻ ദാവീദിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആമേൻ ആ സാധ്യതയിൽ ആമേൻ ഈ ഗോലിയാത്തിനെ നേരിടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് നിങ്ങളും സാധ്യതകളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരാണോ?
തിരഞ്ഞാൽ സാധ്യതകളുണ്ട്. പ്രാർത്ഥന എന്നത് ഒരു വലിയ സാധ്യതയാണ്. അല്ലേ, ഇനി ഒന്നും ഫലിക്കത്തില്ലെന്ന് പറയുമ്പോൾ നമുക്കുള്ള സാധ്യത എന്താണ്? പ്രാർത്ഥന. ഹല്ലേലൂയ. അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമ്മുടെ സാധ്യതകളാണ്. ആമേൻ. അതൊന്ന് ഉപയോഗിക്കാമോ? അതൊന്ന് ഏറ്റു പറയാമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രവാചക വാക്യങ്ങൾ അത് ഇരുണ്ട ദേശത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെയാണ്. ഒരു ഇരുളിലൊന്നും കാണാൻ കഴിയാതിരിക്കുന്ന സമയത്തും നമ്മുടെ ഭാവിയൊക്കെ അടഞ്ഞു പോയിന്ന് തോന്നുന്ന സമയത്തും ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് എടുക്കാമോ? ഇതുപോലൊന്ന് ഏറ്റു പറയാമോ? ആമേൻ. അസാധ്യമെന്ന് പറയുന്ന സ്ഥാനത്ത് സാധ്യതകൾ തുറന്നു വരുന്നത് കാണുവാൻ നമുക്ക് ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. രണ്ടാമത് ഈ ഭാഗത്തുനിന്ന് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞത്, ഡു നോട്ട് ഡിസ്പൈസ് ലിറ്റിൽ തിങ്സ്. കൊച്ചു കാര്യങ്ങളാന്ന് പറഞ്ഞ് എല്ലാത്തിനെയും തുച്ഛീകരിച്ച് കളയരുത്, അല്ലെ നിരസിച്ച് കളയുന്നവരായി തീരരുത്. ഇവരവിടെ പോയി തിരക്കിയിട്ട് വന്നിട്ട് പറയുകയാണ് 5 അപ്പവും 2 മീനും, അല്ലേ? അത്രയേ ഉള്ളൂ. ആ ആറ്റിറ്റ്യൂഡിൽ അവർ പറയുന്നത്, ഇവിടെ 5 അപ്പവും 2 മീനും ഉണ്ട്, ഇത്രയും ജനം, അതുകൊണ്ട് എന്തോ ആകാനാണ്. ഹല്ലേലൂയ. നമ്മൾ ഇതുപോലെ എനിക്ക് കുറച്ച് കഴിവുള്ളൂ, ബുദ്ധിയില്ല, ഇതുകൊണ്ട് എന്തോ ആകാനാ? ഇത്ര വലിയ പഠിത്തം പഠിക്കാൻ പറ്റുമോ? അല്ല ഇത്ര വലിയ റെസ്പോൺസിബിലിറ്റി എനിക്ക് ചെയ്യാൻ പറ്റുമോ? കൊച്ചു കാര്യമെന്ന് പറഞ്ഞ് നമ്മൾ തുച്ഛീകരിച്ച് കളയാറുണ്ടില്ലേ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നാൽ ഈ കൊച്ചു കാര്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുമ്പോഴാണ് അത് വർദ്ധിച്ചു വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ച വേറൊരു വാക്യം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഫിലദൽഫിയ സഭയോട് കർത്താവ് ദൂത് പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. നിനക്ക് അല്പമേ വായിച്ചു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്ത് എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്കിലും നീ എന്ത് ചെയ്താൽ എൻ്റെ വചനം ആമേൻ. ഹല്ലേലൂയ. വചനം മറന്നില്ല, കർത്താവിൻ്റെ നാമത്തെ നിഷേധിച്ചില്ല. അതാണ് 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. വചനം കാത്തുകൊള്ളണം. ആമേൻ. ശക്തിയില്ല അതുകൊണ്ട് കാക്കാൻ പറ്റിയില്ലെന്ന് പറയല്ലേ. ഇവർക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ, കിട്ടിയ വചനം ശത്രു കുത്തിക്കളയാതെ ആമേൻ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. കടുകുമണിയോളമേ വിശ്വാസമുള്ളോ, അതുകൊണ്ട് മലകളെ നീക്കുവാൻ നമുക്കിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർമ്മേലിൻ്റെ മുകളിൽ എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കൈപ്പത്തിയോളം മേഘം കണ്ടു. അത് കണ്ടപ്പോഴേ പറഞ്ഞു, വലിയ മഴയുടെ ആരവം കേൾക്കുവാൻ പോവുകയാണ്. ആമേൻ. നമ്മൾ വിശ്വസിച്ച് അങ്ങനെ പറയാറുണ്ടോ? എനിക്കിപ്പോൾ ഇത്രയേ ഉള്ളേലും കർത്താവ് വലിയവ ചെയ്യും, ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് അല്പമായിട്ടുള്ളതിനെ ഞാൻ തുച്ഛീകരിച്ച് കളയുന്നില്ലെന്ന് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവ കരങ്ങളിൽ അതിനെ സമർപ്പിക്കുന്നുവെങ്കിൽ അതിനെ വർദ്ധിപ്പിച്ചു തരുവാൻ ആമേൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 3-ാമത് ഈ ഭാഗത്തുനിന്ന് ദൈവം എന്നോട് സംസാരിച്ച കാര്യം, മേക്ക് പ്രിപ്പറേഷൻസ് ടു റിസീവ് ദ മിറക്കിൾ. Even before seeing the miracles, we have to make preparations. Hallelujah. ഒരു അത്ഭുതം കണ്ടിട്ടല്ല, കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അതിനുള്ള പ്രിപ്പറേഷൻസ്, ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 39-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മർക്കോസ് 6:39. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. മതി. യേശു കർത്താവ് 5 അപ്പവും 2 മീനും അവർ കൈക്കൊണ്ട് കൊടുത്തു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ? ഇവരെ പന്തിയായി ഇരുത്തുവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ മിറക്കിൾ അവിടെ നടക്കുന്നതിന് മുമ്പ് ചില പ്രിപ്പറേഷൻസ് അവിടെ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാണോ? കാണുന്നതിന് മുമ്പ് വിശ്വാസത്താൽ ചില സ്റ്റെപ്പുകൾ എടുക്കുന്നവരാണോ? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ എലീശ പ്രവാചകൻ്റെ അടുക്കൽ ഒരു പ്രവാചക ശിഷ്യയുടെ ഭാര്യ കടന്നു വന്നിട്ട് പറയുകയാണ്, അല്ലേ, എൻ്റെ യജമാനൻ മരിച്ചുപോയി. അതിൻ്റെ 4:3 2 രാജാക്കന്മാർ 4-ാം അധ്യായം 3-ാം വാക്യം. എന്നിട്ട് പറയുന്നുണ്ട്, മക്കളെ അടിമകളായി പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നു എന്ന് പറയുന്ന സമയത്ത് അല്ലെ ഈ എലീശ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഹല്ലേലൂയ. ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം ഈ പ്രവാചകൻ പറയുന്നുണ്ട്, പോയി അയൽവക്കത്തെല്ലാം പോയി എന്ത് ചെയ്യാൻ പറഞ്ഞു? വെറും പാത്രങ്ങൾ മേടിച്ചു കൊണ്ടുവരുവിൻ.
അവിടെ അത്ഭുതം നടന്നില്ല. നടക്കുന്നതിന് മുമ്പ് പറയുകയാണ്, വെറും പാത്രങ്ങൾ എത്രയും ശേഖരിക്കാമോ അത്രയും ശേഖരിച്ച് കൊണ്ടുവരുവീൻ. ഹല്ലേലൂയ, ആമേൻ. അപ്രകാരം നമ്മൾ വിശ്വാസത്താൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിന് മുമ്പിൽ മിറക്കിൾസ് കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ കല്ലറയ്ക്കൽ പോയ സ്ത്രീകൾ എന്താണ് പറഞ്ഞത്? അയ്യോ, ഈ കല്ല് ആരും ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി നീക്കും എന്ന് പറഞ്ഞാൽ അവരവിടെ വെറുതെ ഇരുന്നു? അല്ല, അവരെന്ത് ചെയ്യുമായിരുന്നു? തലേ ദിവസം സുഗന്ധവർഗ്ഗങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? പ്രിപ്പയർ ചെയ്യുമായിരുന്നു, സ്പൈസസ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ അവർ പോയപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തന്നെ കാണുവാൻ അവർക്ക് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ വെക്കുവാൻ, അത്ഭുതങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ആമേൻ. നാലാമത് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, only God can satisfy us. ആമേൻ. ദൈവത്തിന് മാത്രമേ യഥാർത്ഥമായുള്ളൊരു തൃപ്തി നമുക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. 41 വാക്യം ഒന്ന് വായിക്കാമോ? മർക്കോസ് 6:41. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം തുറക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവരെ എല്ലാവരും തിന്ന് തൃപ്തരായി. മതി. എല്ലാവരും തിന്ന് തൃപ്തരായി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കിട്ടിയ അല്പത്തിന് വേണ്ടി യേശു കർത്താവ് നന്ദി പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു മിറക്കിൾ സംഭവിച്ചു. എല്ലാവരും തിന്ന് തൃപ്തരായി. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ലോകത്തിലെ പല കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടും നമുക്ക് തൃപ്തി വരാത്ത അനുഭവങ്ങളല്ലേ? എത്ര നമ്മൾ പ്രവചന പുസ്തകങ്ങളെ വായിച്ചിട്ടുണ്ട്. എത്ര തണുപ്പിന് വേണ്ടി വസ്ത്രം ഇട്ടാലും കുളിര് മാറുന്നില്ല. ലോകത്തിലെ പല കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. പക്ഷേ കർത്താവൊന്ന് നമ്മുടെ ജീവിതത്തിലൊന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ യഥാർത്ഥത്തിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 103 സങ്കീർത്തനം 5 വാക്യത്തിൽ പറയുന്നത്, അവൻ നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നവനായിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. അനേകം നന്മകളെ തന്ന് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ തൊക്കണം കർത്താവ് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് ഉണങ്ങി വരേണ്ട അവസ്ഥയിലാണോ നമ്മൾ? ആമേൻ. തന്ന നന്മകൾക്ക് ദൈവത്തിനൊന്ന് സ്തുതിക്കാമോ, സ്തോത്രം ചെയ്യാമോ? അങ്ങനെയെങ്കിൽ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. 147 സങ്കീർത്തനം 14 വാക്യത്തിൽ പറയുന്നത്, അവൻ വിശേഷമായ ഗോതമ്പ് കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും നല്ലത് തന്ന് നമുക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 4 അധ്യായം അതിൻ്റെ 13 14 വാക്യങ്ങളൊന്ന് വായിക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 4 അധ്യായം 13 14 വാക്യം. യേശു കർത്താവ് ശമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നതാണ്. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് പറയുന്നത്, നീ ഇവിടെ വെള്ളം കോരാൻ ആണല്ലോ, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹം വരും. എന്നാൽ ഞാൻ തരുന്ന വെള്ളം, ഹല്ലേലൂയ, ആ ജീവജലം നീ കുടിച്ചാൽ പിന്നെ ഒരിക്കലും നിനക്ക് ദാഹം വരികയില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ദാഹത്തെ ക്വെഞ്ച് ചെയ്യുവാൻ, അതിനെ ഹല്ലേലൂയ സാറ്റിസ്ഫൈ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ആത്മാവിനെ യഥാർത്ഥമായിട്ടുള്ളൊരു തൃപ്തി തരുവാൻ നമ്മുടെ കർത്താവിനെ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ശമരിയ സ്ത്രീയോട് കർത്താവ് അത് പറഞ്ഞു കൊടുക്കുകയാണ്, നീ എൻ്റെ അടുക്കൽ വന്ന് എന്നെ മശിഹയായിട്ട് നീ അംഗീകരിച്ചാൽ, ആമേൻ, ഹല്ലേലൂയ, നീ നിത്യജീവൻ്റെ അവകാശിയായി തീരും. ജീവജലത്തിൻ്റെ നദികൾ നിന്നിൽ നിന്ന് ഒഴുകും. ഹല്ലേലൂയ, ആമേൻ. അത് നിന്നെ തൃപ്തിപ്പെടുത്തുമെന്ന് കർത്താവ് അവിടെ പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു തൃപ്തി നമുക്ക് കർത്താവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. 5-ഒരു കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 5-ാമത്തെ കാര്യം, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ദൈവശക്തിയുടെ അടയാളമായി അവശേഷിക്കും. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ദൈവശക്തിയുടെ അടയാളമായി അവശേഷിക്കും. അവിടെ എത്ര കൊട്ട ബാക്കി വന്നെന്നാണ് പറഞ്ഞേ?
12 കൊട്ട ബാക്കി വന്നു. ഇവരെന്താ പറഞ്ഞ്? 5 അപ്പം 2 മീൻ, ഇതുകൊണ്ട് എന്തോ ആകാനാണ്. കർത്താവ് പറഞ്ഞു പിടിച്ചു, ഓരോരുത്തർക്ക് ഓരോ കൊട്ട, അല്ലേ? 12 ശിഷ്യന്മാരോട് പിടിച്ചു, ഓരോരുത്തർക്ക് ഓരോ കൊട്ട കൊടുത്ത് അവശേഷിപ്പിച്ച ആ അത്ഭുതത്തെ അടയാളമാക്കി ദൈവം അവിടെ മുന്നിൽ വെച്ചു. ഹല്ലേലൂയ! അതാണ് നമ്മുടെ ദൈവം. ആമേൻ, സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതാണ്. തിരിഞ്ഞൊന്ന് നോക്കിയേ, എത്ര അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. അത് അടയാളമായി അവശേഷിക്കുന്നില്ലയോ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ! അഹരോൻ്റെ ഉണങ്ങിയ വടി ഒരു ദിവസം കൊണ്ട് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് പിന്നെ എവിടെ വെച്ച്? നിയമ പെട്ടകത്തിൻ്റെ അകത്ത് അടയാളമായി വെച്ചു. എന്തിനാ? ഇന്ന് നാം ഉണങ്ങിയിരിക്കുവാണെങ്കിലും നമുക്കും വരേണ്ട അവസ്ഥകളാണ്. പ്രാർത്ഥിക്കാനാണ്. കർത്താവേ, ഞാൻ പലപ്പോഴും ആ വചനം എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, അഹരോൻ്റെ വടി ഒരു ദിവസം കൊണ്ട് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചുവെങ്കിൽ എൻ്റെ ഈ വിഷയത്തിന്മേലും അത്ഭുത വിടുതൽ കർത്താവ് അയക്കണമേ. അവൻ നൊടിനേരം കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്കിടയായി തീർന്നിട്ടുണ്ട്. ഹാലെ, നമ്മളെല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലേ? തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്ന രോഗസൗഖ്യങ്ങൾ അടയാളമായി നിൽക്കുന്നില്ലേ? ജീവൻ്റെ സാക്ഷിയെ നമ്മൾ നിൽക്കുവാൻ അടയാളമായി നിൽക്കുന്നില്ലേ? ഹല്ലേലൂയ! സ്തോത്രം. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആമേൻ, സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ ഭാഗത്തുനിന്ന് നമ്മൾ പഠിച്ചത്, ആമേൻ, നമ്മുടെ വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ പഠിക്കുന്ന പാഠങ്ങൾ, അല്ലെ ദൈവം പഠിപ്പിക്കുന്ന പാഠങ്ങൾ. ഒന്നാമത്, അസാധ്യതകളുടെ നടുവിലും സാധ്യതകളെ തിരയുന്നവരായി തീരണം. രണ്ടാമത് പഠിപ്പിച്ചത് ചെറിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞു ഒന്നിനെയും തുച്ഛീകരിച്ച് കളയരുത്. മൂന്നാമത് നമ്മൾ പഠിച്ചത് വിശ്വാസത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നമ്മൾ മുന്നമേ ചെയ്യണം. നാലാമത് പഠിച്ചത് ദൈവത്തിന് മാത്രമേ നമുക്ക് യഥാർത്ഥ തൃപ്തി നൽകുവാൻ സാധിക്കുകയുള്ളൂ. അഞ്ചാമത് നമ്മൾ പഠിച്ചത് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ അവൻ്റെ അടയാളം, അല്ലെ ആ ശക്തിയുടെ അടയാളമായി അവശേഷിക്കും. ഹല്ലേലൂയ! ഈ ദിവസങ്ങൾ നമ്മളും സാധ്യതകളുടെ നടുവിലും സാധ്യതകളെ തിരയുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് തന്ന അല്പമേ ഉള്ളൂ, ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവം തന്ന അല്പത്തിനായിട്ട് നന്ദി കരേറ്റുന്നവരെ തീരുവാൻ നമുക്കിടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.